ദേ ബസ് റൂട്ട് ഫ്രണ്ടിൽ നല്ലൊരു വീട്. എന്താ ഒരു ഭംഗി നോക്കി. വിദേശത്ത് സെറ്റിലായ ഒരു ഫാമിലിയുടെ വീടാണ്ടാ. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫർണിച്ചർ അടക്കമാണ് സെയിൽ. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടാ നിറയെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ്. എന്താ ഒരു ലുക്ക് നോക്കിയ വീട്. ഇപ്പോഴും പുത്തൻ പോലെ തന്നെ ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു വർഷം പോലും താമസിച്ചിട്ടുള്ളതെന്നുള്ളത്. കാരണം അവർ വിദേശത്ത് സെറ്റിലാണ്. അപ്പോൾ അത് കാരണം ഫുൾ ഫർണിച്ചർ അടക്കം കൊടുക്കുന്നതാണ്. ഇതിന് ഫുൾ CCTV ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്താ ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഉണ്ടാക്കി കിടക്കണണ്ട. എന്താ ഒരു ഭംഗിയിൽ കാണാൻ. വീടിൻ്റെ ചുറ്റിനും റംബൂട്ടാനും അതുപോലെ തന്നെ സപ്പോർട്ട് ഒക്കെ കായ്ച്ചിറക്കണേ. ഇഷ്ടം പോലെ തെങ്ങ്, കായ്ഫലമുള്ള തെങ്ങുകളുണ്ട. അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും. സോളാറുണ്ട്. പിന്നെ സർവൻറ്റിന് താമസിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ട്, ഔട്ട് ഹൗസ് ഉണ്ട്. ഞാനെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കംപ്ലീറ്റ് റംബൂട്ടാനുണ്ട്. എല്ലാവരും കണ്ട കായ്ച്ച് കിടക്കണം. ചെറിയ ചെറിയ കായാണ്, വലുതായി വരുന്നതേ ഉള്ളൂ. 30 സെൻറ്റ് സ്ഥലവും 3700 സ്ക്വയർ ഫീറ്റ് വീടും. അതും കുറഞ്ഞ വിലക്കെട്ടാ. ദേ തെങ്ങുമ്മേലെ തേങ്ങ നോക്കി. ആവശ്യത്തിനുള്ള തേങ്ങ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും. ഇനിയും വേണ്ടിട്ട് ഒരുപാട് തെങ്ങ് ഉണ്ട്. ഇത് കുരുമുളകാണ്. കുരുമുളകിൻ്റെയൊക്കെ ഒരു വളർച്ച കണ്ട, നിറച്ചാണ് നിൽക്കണം. കാരണം നല്ല മണ്ണാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി കാണിക്കും എല്ലാവരും. ഇപ്പോൾ നോക്കാനൊന്നും ആളില്ലാത്തവരാണ് ഈ പറമ്പിൽ പുല്ലൊക്കെ പിടിച്ചെടുക്കണം. കണ്ട എത്ര തെങ്ങുകളാന്ന് നോക്കി. ഇതാണ് ഔട്ട് ഹൗസ് പറഞ്ഞത്. ഇവിടെ പുറത്തെ പണിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം പറമ്പിലെ പണിക്കൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാനേ. ഇത് സർവൻറ്റിനും ആ ഡ്രൈവർക്കൊക്കെ ഉള്ള റൂമാണ്. ഇതിവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പ്. അതും കണ്ടോ, കഴുകാനുള്ളൊരു വാഷ് ബേസിനൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ പെരയിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കരി പിടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇതൊക്കെ ഹൈബ്രിഡ് മാതളമാണ് നിൽക്കണണ്ട. മാതളങ്ങ ഉണ്ടാക്കി കിടക്കണ്ട. മാതള നാരങ്ങ കണ്ട, തൊട്ടപ്പുറത്ത് വലുതൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട. അതുപോലെ തന്നെയാണ് പ്ലാവ്. കണ്ട എല്ലാം ഹൈബ്രിഡാണ്. വറ്റാത്ത കിണർ. അത് ഒരു വീടിന് എന്തൊക്കെ വേണം, അതിൽ എന്തെല്ലാം സൗകര്യങ്ങൾ വേണം, അതെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഉണ്ടാക്കി കിടക്കണണ്ട. ആ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടപ്പുണ്ട്. കണ്ട വണ്ടി പോകണണ്ട. ഇത് ബസ് റൂട്ടാണ്ട. 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുള്ളതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി. അത്രയും നല്ലൊരു ഫ്ലോട്ടും അതേ കൂട്ടത്തിൽ വീടാണ്. മൊത്തം ഗ്രാനൈറ്റ് ആയിട്ടേക്കണം. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഒറ്റ നില വീടാണ്ട. ഒരു നില തന്നെ 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. മുകളിലോട്ട് വേണമെങ്കിൽ എടുക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. 2 കാർ പോർച്ച് കണ്ട. വീടിൻ്റെ 2 സൈഡിലും കാർ പോർച്ച് ഉണ്ട്. ഇനി ലിവിങ് ഏരിയയിലോട്ട് നോക്കിയാലോ. എന്താ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി. സെറ്റിയൊക്കെ ഈ പൊടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മൂടിയിട്ടേക്കണുണ്ട. കണ്ട പക്ക ഇൻറ്റീരിയൽ. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം അടക്കമുണ്ട് ഇതിൻ്റെ വിൽപ്പന. ഒരു ഫർണിച്ചർ പോലും അവരെടുക്കൂല. ഇതൊക്കെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടേക്കണുണ്ട. തൊടാനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ മയിൽപ്പീലി ബബിൾസൊക്കെ സെറ്റ് ചെയ്തേക്കണേണ്. അതേപോലെ തന്നെ നടുമുറ്റമുണ്ട്. അതിൻ്റെ മുകളിലാണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് ഇട്ടേക്കണം. ചവിട്ടിയാലും പൊട്ടൂല. ടഫ് ആൻഡ് ഗ്ലാസ്. ബുള്ളറ്റ് പ്രൂഫ് അല്ല, ടഫ് ആൻഡ് ഗ്ലാസ് എന്നാണോ. കണ്ട ഇതാണ് ലിവിങ് സ്പേസ്. കണ്ടില്ലേ നിങ്ങൾ. ഇത് ഫാമിലി ലിവിങ് ആണിത്. കണ്ട ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് TV ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കണം. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുള്ള സ്പേസ്. കാരണം ഇതൊരു ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. അപ്പോൾ കണ്ട വലിയൊരു ഹാളാണ്. കണ്ട എന്താ ഒരു ഏരിയ നോക്കി. വീട് 3700 സ്ക്വയർ ഫീറ്റാണ്, ഒരു നില മാത്രം. അപ്പോൾ വീടിൻ്റെ വലിപ്പം നിങ്ങൾ ചിന്തിച്ചോളണം. ഞാനെല്ലാം 1 by 1 ആയിട്ടാണ് തരാം. കണ്ട ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ. കണ്ട ഇനി ബാത്റൂം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ കയറി താമസിൻ്റെ ടൈമിന് ഉപയോഗിച്ചേക്കണല്ലാണ്ട് ഈ വീട് വലുതായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. അത്രയും നല്ല വീടാണിത്. നമുക്ക് ഒരറ്റത്ത് നിന്ന് തുടങ്ങി ഒരേ റൂമായിട്ട് കണ്ടിങ്ങോട്ട് പോരാ. നമുക്ക് ആ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് പോരാ. എന്നിട്ട് കിച്ചണൊക്കെ കറങ്ങി പുറത്തോട്ട് ഇറങ്ങി പോവാം.
അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു വീട് നമുക്ക് കയറി നടന്ന് കാണുന്നിട്ട് നിങ്ങൾക്ക് വീടിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടും. കാരണം ഇപ്പോഴും എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. ഫസ്റ്റ് ബെഡ്റൂം വേണ്ട, അറ്റാച്ച്ഡ് ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം വേണ്ട, വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അത് കുളിക്കാൻ വേണ്ടി ക്യൂബുണ്ട്, അതെല്ലാ ബാത്റൂമിലും ഉണ്ട്. അപ്പോൾ എപ്പോഴും ബാത്റൂം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. എന്താ ഒരു ലുക്കെന്ന് നോക്കി ബെഡ്റൂമൊക്കെ. നിങ്ങൾ അടുത്ത ബെഡ്റൂമും കണ്ടു നോക്കി. ഒരെണ്ണം മാത്രമല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്ന് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഈ ഒരു സ്പോട്ടിലോട്ട്. ഇതേ രണ്ടാമത്തെ ബെഡ്റൂം. ഈ 30 സെൻറ്റ് സ്ഥലത്തിനും 3700 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കണ വില 1,99,00,000 രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്, നമുക്ക് ന്യായമായ രീതിക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം ഇത്രയും നല്ല വീടാണ്. കാരണം തൃശ്ശൂർ ടൗണിനടുത്ത് 30 സെൻറ്റ് സ്ഥലവും 3700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും വാങ്ങണമെങ്കിൽ എത്ര രൂപ ചിലവാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതേ മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കിയൊക്കെയാണ് ഇവിടെ. നിങ്ങൾ വന്ന് കയറി താമസിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട, ഒരു റൂം പോലും ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്തതില്ല. കാരണം തൃശ്ശൂർ നമുക്ക് ഈ വീട്ടിലോട്ടൊന്നും ചെയ്യാനില്ല. കാരണം നേരെ കയറി താമസിക്കാമെന്നുള്ളൂ. വീടൊന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് കളയാം, നേരെ കയറി താമസം നടത്തിയാണ്ട് കയറി താമസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഫർണിച്ചർ എല്ലാ സാധനങ്ങളും A to Z സാധനം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതിന് ചോദിക്കണ വില ന്യായം. കാരണം ഈ ഇത്രയും കാണാം, ഫുള്ള് ഫ്ലോറൊക്കെ ഗ്രാനൈറ്റാണ് ഇട്ടേക്കണ, കംപ്ലീറ്റ് സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതേ കൊടുത്തൊരു വീട് നമ്മൾ പണിയണമെങ്കിൽ തന്നെ വീടിന് മാത്രം എനിക്ക് തോന്നുന്നത് ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്യുമ്പോഴേക്ക് ഈ പറഞ്ഞ പൈസയും പിന്നെ 30 സെൻറ്റ് സ്ഥലവും ഉണ്ട്. എങ്ങനെ കണക്ക് കൂട്ടിയാലും നമുക്ക് ലാഭമാണിത്. വേണ്ട നാലാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം, ഇത്രയും ഫർണിച്ചർ തന്നെയുണ്ട്. നമ്മൾ ഒരു വീട്ടിലോട്ട് താമസത്തിന് വരുമ്പോൾ റെഡി ടു മൂവ് ആണ്. അത്രയും നല്ല കണ്ടതേ. അതിൻ്റെ കിച്ചണൊക്കെ നോക്കി നിങ്ങൾ, എന്താ ഒരു കിച്ചണല്ലേ, നല്ല വലിപ്പമുള്ള കിച്ചൺ. ദേ സെക്കൻഡ് കിച്ചൺ. ഞാൻ പറഞ്ഞു ഈ വീടിന് ഒരു കുറവില്ല. ഓവൻ വരെ ഇരിപ്പുണ്ട്, അതുവരെ നിങ്ങൾ വാങ്ങണ്ട. ഇത് തൊട്ടിപ്പുറത്തെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇത് സെക്കൻഡ് കിച്ചൺ, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുള്ള സെക്കൻഡ് കിച്ചൺ. ഇവിടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇത് തൊട്ടിപ്പുറത്തെ സ്റ്റോർ റൂമുണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള വലിയൊരു സ്റ്റോർ റൂം. ഈ വീട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇത് നേരെ ഔട്ട് ഹൗസ്. എന്താ ഒരു ഭംഗി നോക്കി നിങ്ങൾ. അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ, ലൊക്കേഷൻ, പ്രൈസ്, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. ഇതിൻ്റെ വിലയും ലൊക്കേഷനും എല്ലാം പറഞ്ഞിട്ടാണ്.